പുഷ്പം ഷാരോനിലവ് താമരയുമേ താഴ്വരയിൽ പനിനീർ പുഷ്പം ഷാരോനിലവ് താമരയുമേ താഴ്വരയിൽ വിശുദ്ധരിൽ ആദി വിശുദ്ധനവൻ സൗന്ദര്യ സമ്പൂർണനേ വിശുദ്ധരിൽ ആദി വിശുദ്ധനവൻ സൗന്ദര്യ സമ്പൂർണനേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവമെല്ലാം ഈ മരു നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ. നമ്പർ 1 യോബ് 7:20. യോബ് 7:20. യോബ് ദൈവസന്നിധിയിൽ കരയുന്നു. ഞാൻ എനിക്ക് തന്നെ ഭാരം. ആമേൻ. നമ്മുടെ ശത്രുവിന് പോലും ഇത് സംഭവിക്കരുത്. He screamed, my God, I am my burden. I myself is burden to me. ഞാൻ എനിക്ക് തന്നെ ഭാരം. எனக்கு நானே ഭാരം. ആമേൻ. ഹല്ലേലൂയ. നീതിമാൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ട് അകന്ന് നടക്കുന്നവൻ ദൈവഭക്തൻ. Why it happened to him? യോബ് ദൈവസന്നിധിയിൽ കരയുന്നു. എനിക്ക് എന്ത് ഇത് ഇങ്ങനെ സംഭവിച്ചു? ഞാൻ എനിക്ക് തന്നെ ഭാരം. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഭാരം പല വകയിൽ ഉണ്ട്. ഭാരം വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന മാനവരാശി ദൈവത്തിന് ഭാരം. തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകം 6:5 നമ്മ പഠിപ്പിക്കുന്ന ഈ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചല്ലോ എന്ന് ദൈവം ഭാരപ്പെട്ടു. Why I formed them? തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ നോക്കി എന്നും തണുത്ത അന്തരീക്ഷത്തിൽ അതിരാവിലെ സ്വർഗമിട്ട് ഇറങ്ങി ആദാമിനോട് സംസാരിക്കുന്ന ആ സ്നേഹസ്വരൂപനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മുഖാന്തിരം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദൈവം മനുഷ്യനെ കുറിച്ച് ഭാരപ്പെട്ടു. ഉൽപ്പത്തി 6:5 താൻ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കൊണ്ട് യഹോവ അനുതപിച്ച്. ഇറ്റ് ഗ്രീവ്ഡ് ഹിം. ഇറ്റ് വാസ് എ ബർഡൻ ഫോർ ഗാഡ്. അത് ദൈവത്തിന് ഭാരമായി. മാനവരാശി ദൈവത്തിന് ഭാരം. കാരണം പ്രവർത്തനം ദോഷം, വിചാരം ദോഷം. ഉൽപ്പത്തി 6:5
பிரவர்த்தனமும் வாக்கும் போக்கும் தோஷம். ஆகையால் கொலோசிய சபைக்கு லேகனம் எழுதும்போல் அப்போஸ்தலன் பவுலோஸ் எழுதுன கொலோசியர் 3:5 அநீதி கூட அவயவங்களை நீங்கள் மரிப்பிப்பீன். மோர்டிஃபை யுவர் அன்ரைட்டியஸ் மெம்பர்ஸ் ஆஃப் யுவர் பாடி. அநீதி கூட ஆயுதங்களாய நீங்கள சரீர அவயவங்களை பாவம் செய்யாதே மரிப்பிப்பீன். கொலோசியர் 3:5. 2 கொரிந்தியர் 10:5 பைபிள் நம்ம படிப்பிக்குன்னு നിങ്ങളുടെ ദുഷിച്ച വിചാരങ്ങളെ പിടിച്ചടക്കുവിൻ. ബ്രിങ് അണ്ടർ ക്യാപ്റ്റിവിറ്റി യുവർ വിക്കഡ് തോട്ട്സ്. നിങ്ങളുടെ ദുഷിച്ച വിചാരങ്ങളെ ക്രിസ്തു യേശുവിലുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുവിൻ. അല്ലാതെ പക്ഷം നാം ദൈവത്തിന് പോലും ഭാരമായിത്തീരും. നമ്പർ 1. രണ്ടാമത്, താൻ പ്രസവിച്ച സ്വന്ത മകൻ അമ്മയ്ക്ക് ഭാരം. 1 ദിനവൃത്താന്തം 4:9. ജേബസ് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. അവൻ തൻ്റെ ഉടമ്പിറപ്പുകളെക്കാൾ ജേബസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു മാന്യൻ. He was honorable. സ്വന്ത ഉടമ്പിറപ്പുകളെക്കാൾ ഇവൻ ജേബസ് മാന്യൻ. പക്ഷെ അമ്മയ്ക്കോ ഇവൻ വിഷനം, പ്രസവിച്ചവൾക്കോ ഇവൻ ഭാരം. മാനവരാശി ദൈവത്തിന് ഭാരം. പ്രസവിക്കപ്പെട്ട കുഞ്ഞ് അമ്മയ്ക്ക് ഭാരം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അവസാന വചനത്തിൽ, ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അവസാന വചനത്തിൽ, 2 അധ്യായങ്ങളിലും അവസാന വചനങ്ങളിൽ ഏസാവ് ഭാര്യ റബേക്ക, ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന തൻ്റെ മൂത്ത മകൻ ഏസാവ് കൊണ്ടുവന്ന അന്യജാതി മരുമക്കൾ, 1 ജൂഡിത്ത്, 2 ബേസ്ബത്ത്. ജൂഡിത്തും ബേസ്ബത്തും ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഭക്തൻ ഏസാവിന് ഭാരം. കൊണ്ടുവരപ്പെട്ട മരുമക്കൾ വീട്ടിൽ ഭാരം. പ്രസവിച്ച മകൻ അമ്മയ്ക്ക് ഭാരം. സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി മാനവരാശി ദൈവത്തിന് ഭാരം. ന്യായാധിപ പുസ്തകം 11-ാം അധ്യായം 2-ാം വചനത്തിൽ വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഇബ്താഖ് വചനം നമ്മ പഠിപ്പിക്കുന്ന ഗലയാത്തിൻ്റെ മകൻ ഇബ്താഖ്. ഗലയാത്തിൻ്റെ ഭാര്യയ്ക്ക് മക്കളുണ്ടായിരുന്നു. ന്യായാധിപ പുസ്തകം 11-ാം അധ്യായം 2-ാം വചനം നമ്മ പഠിപ്പിക്കുന്ന ഇബ്താഖോ അവൻ പരസ്ത്രീയുടെ മകൻ. The Bible says he was a son of a harlot. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സ്വന്തം ഉടമ്പിറപ്പുകൾ ഇവൻ അടിച്ചു പുറത്താക്കി. സ്വന്തം സഹോദരന്മാർ, ആ വീട് ഇവൻ അവകാശപ്പെട്ടതാണ്, ഇബ്താഖിന് അവകാശപ്പെട്ടതാണ്. സ്വന്തം സഹോദരന്മാർ ഇബ്താഖിന് വീട് വിട്ട് പുറത്താക്കി. സ്വന്തം സഹോദരങ്ങൾ ഇബ്താഖിന് ഭാരം. ഇവിടെ ഇത് ഒന്നുമല്ല. യോബ് പറയുന്ന ഞാൻ തന്നെ എനിക്ക് ഭാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തന്നെ എനിക്ക് ഭാരം. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. ആവർത്തനം 32:11 പറക്കാൻ അറിഞ്ഞുകൂടാത്ത കുഞ്ഞുകഴുകൻ, അമ്മക്കഴുകൻ, പറക്കാൻ അറിഞ്ഞുകൂടാത്ത കുഞ്ഞുകഴുകൻ്റെ കൂട് അനക്കി. ആ സംഭവത്തെയാണ് ജെരമ്യ പ്രവാചകൻ എഴുതുന്നു. വിലാപം 3-ാം അധ്യായം 27-ാം വചനത്തിൽ ബാല്യത്തിലെ ചുമക്കുന്ന നുകം,
കുട്ടിക്കാലത്ത് നീ ചുമക്കുന്ന നുകം പറക്കാൻ അറിഞ്ഞുകൂടാത്ത സമയത്ത് അമ്മക്കഴുകൻ തന്നെ കുട്ടിക്കഴുകൻ്റെ കൂടനക്കി. അവന് പറക്കാൻ അറിഞ്ഞുകൂടാ, അവൻ നിലവിളിക്കുന്ന വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന അവൻ അമ്മക്കഴുകൻ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിക്കും. അതാണ് വിലാപം 3:20 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. ബാല്യത്തിൽ നുകം ചുമക്കുന്നത് നമുക്ക് ഭാഗ്യം. ഹല്ലേലൂയ. ബാല്യത്തിലെ ഭാരം നമുക്ക് ഭാഗ്യം. ഇവൻ ചുമന്ന ഭാരം വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. യോബ് 3-ാം അധ്യായം ആദ്യ 4 വചനങ്ങളിൽ അനന്തരം വാ തുറന്ന് അവൻ തന്നെ ശപിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഒരു ആൺകുട്ടി ജനിച്ച് എന്നുള്ള നാൾ ശപിക്കപ്പെടട്ടെ. He cursed himself. കാരണം എനിക്ക് തന്നെ പാഠം. കാരണം വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. യോബ് 1-ാം അധ്യായം 19-ാം വചനത്തിൽ മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് പുറപ്പെട്ട് ഒരു വീടിനെയും തൊട്ടില്ല. ആ നാട്ടിലെ ഒരു വീടിനെയും തൊട്ടില്ല. മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് പുറപ്പെട്ട് യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വചനം നമ്മ പഠിപ്പിക്കുന്നു. യോബിൻ്റെ വീടിനെ മാത്രം ലാക്കാക്കി വന്ന് ആ വീടിനെ തകർത്ത് കളഞ്ഞ് ആ വീട്ടിൽ പാർത്തിരുന്ന യോബിൻ്റെ 10 മക്കളും ക്ഷണത്തിൽ മരിച്ചു. യോബ് നിലവിളിക്കുന്നു. കാരണം യോബ് 1:5 നമ്മ പഠിപ്പിക്കുന്നു. യോബ് 10 മണിക്ക് ഉണരുന്ന ഭക്തനല്ല, അതിരാവിലെ ഉണരും. അതിരാവിലെ ഉണർന്ന് ഈ 10 മക്കളെയും തൻ്റെ അടുക്കൽ വിളിച്ചിരുത്തി അറിഞ്ഞോ അറിയാതെയോ ഇവർ ഹൃദയം കൊണ്ട് സൃഷ്ടിതാവിന് വിരോധമായി പാപം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ക്ഷമിക്കണമേ എന്ന് അവിടെ കഴുകലിന് വേണ്ടി പരിശുദ്ധത്തിന് വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് ഇവർക്ക് ദോഷമൊന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തൻ യോബ്. ആ മക്കൾ തന്നെ 10 പേരും ക്ഷണത്തിൽ മരിച്ചുപോയി. അവൻ എഴുതുന്നു, എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നേരം കഷ്ടതയല്ല, മാത്രതോറും കഷ്ടത. യോബ് 7:18. Every moment I am afflicted. Job says, every moment I am afflicted. മാത്രതോറും എനിക്ക് കഷ്ടത, എനിക്ക് അനർത്ഥം, എനിക്ക് ഞെരുക്കം. എന്തുകൊണ്ട്? എനിക്ക് തന്നെ ഭാരം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. യോബ് 7-ാം അധ്യായം 3, 4, 5, 6, 7 വചനങ്ങളിൽ രാത്രി കിടക്കുമ്പോൾ യോബ് കരയും. രാവിലെ ഞാൻ എപ്പോൾ ഉണരും? രാത്രി കിടക്കാൻ പോകുമ്പോൾ അവൻ വിലപിക്കും. When shall I wake up early in the morning? യോബ് 7:3, 7:5 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ശരീരത്തിൽ നിന്ന് ജീവനുള്ള പുഴു ഇറ്റിറ്റ് വീണ്. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. യോബ് 29:6 വചനത്തിൽ അന്ന് അവൻ വചനം നമ്മ പഠിപ്പിക്കുന്നു. വെണ്ണ കൊണ്ട് തൻ്റെ ശരീരം മിനുക്കിയവൻ. അത്ര സമ്പന്നൻ. വെണ്ണ കൊണ്ട് തൻ്റെ ശരീരം മിനുക്കിയവൻ. പാറയിൽ നിന്ന് ചുരന്ന
പ്യുവർ തൈലം, പരിശുദ്ധ തൈലം തൻ്റെ ശരീരത്തിൽ പൂശിയ മഹാൻ, അവൻ്റെ ശരീരത്തിൽ പുഴു. ഇന്ന് ശരീരത്തിൽ പുഴു. ഓട്ടിൻ്റെ കഷ്ണമെടുത്ത് ചുരണ്ടി അവൻ നിലവിളിക്കുന്ന, ദൈവമേ, ഞാൻ എനിക്ക് തന്നെ ഭാരം. പക്ഷെ അവൻ ഉറച്ചു നിന്ന്, ദൈവത്തിൽ ഉറച്ചു നിന്ന്, നീ എന്നെ ഇങ്ങനെ ശോധന കഴിച്ചാലും ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ആമേൻ. അവൻ ഉറച്ചു നിന്ന്, ഞാൻ കുലുങ്ങിപ്പോവുകയില്ല, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ദൈവം അവനെ കൈവിട്ടില്ല. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടക്കി നൽകി. ഇതല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ നീ ഇവിടെ എത്തിയിട്ടുണ്ടോ? കഷ്ടതയും കണ്ണുനീരും നിലവിളിയും ബുദ്ധിമുട്ടും തകർന്ന അവസ്ഥയിൽ നീ വന്നിട്ടുണ്ടോ? യോബിൻ്റെ ദൈവമാണ് നിന്റെ ദൈവം. ആമേൻ. മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.